ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന 6 വാഹനങ്ങളാണ്. ഈ ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം 12 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് മാക്സിമം വരെ പോകാം. ഇതിനകത്ത് 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. ജിംനി എന്ന് പറയുമ്പം നമുക്കറിയാം കുറേ കാലമായിട്ട് ഇങ്ങനെ ഡിസ്കൗണ്ടഡ് സെയിലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. കഴിഞ്ഞ വർഷം അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് അവർ തന്നെ പ്രൈസ് കുറച്ചായിരുന്നു കുറച്ച് കാലത്തേക്ക്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും പ്രൈസ് കൂടി. പക്ഷേ പ്രൈസ് കൂട്ടിയെങ്കിലും ഡിസ്കൗണ്ടൊക്കെ പഴയ പോലൊക്കെ തന്നെയുണ്ട്. നമുക്കിപ്പോൾ മിക്ക മാസങ്ങളിൽ ഈ വാഹനത്തിന് 2.5 ലക്ഷം രൂപ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. അത് ഈ മാസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ആൽഫ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ മാനുവൽ ഓട്ടോമാറ്റിക് അതിൽ വ്യത്യാസമില്ല. നമുക്ക് മാക്സിമം 2.5 ലാക്സ് വരെയുള്ള ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇതിൻ്റെ ZT ആണ്, അതായത് ബേസ് മോഡലാണ് എടുക്കുന്നതെങ്കിൽ 1.95 ലാക്സ് വരെയുള്ള ഡിസ്കൗണ്ട് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വീണ്ടും നമുക്ക് ജിംനിയുടെ സെയിൽസിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റിയത്. അത്രയും കാലം ഇതിങ്ങനെ ഓൾമോസ്റ്റ് ഡെഡായിട്ട് കിടക്കുമായിരുന്നു. ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത് 2000-3000 വെച്ചൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് താഴേക്ക് പോയി. 200, 300, 400 ആ റേഞ്ചിലേക്കൊക്കെ ജിംനി പോയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പിന്നെയും തിരിച്ച് കയറി വന്നത്. ഈ വണ്ടി ഒരു മോശം വണ്ടിയല്ല. അവർ ഇനീഷ്യലി ഇറക്കിയ സമയത്ത് ഇത് ഭയങ്കര ഹൈ പ്രൈസ് പോയിന്റിൽ കൊണ്ട് വെച്ചാണ് ഈ വാഹനത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ അടുത്ത് നമുക്ക് താർ റോക്സ് ഒക്കെ കിട്ടി. അത് വെച്ചൊക്കെ ഫീച്ചേഴ്സ് വൈസ് നമുക്ക് ഈ വാഹനത്തെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈവൻ സൈസ് വൈസ് ആണെങ്കിൽ പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു വളരെ ചെറിയ വാഹനമാണ്. സംഭവം പറഞ്ഞു വരുമ്പോൾ 5 ഡോർ ആണ്, അതുപോലെ 5 പേർക്ക് ഇരിക്കാം, ഓർ മേ ബി 4 പേർക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ സൈസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം താറിന് മുന്നിൽ ഈ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു സംഭവം അതിൻ്റെ കേപ്പബിലിറ്റിയിൽ കിട്ടും. കാരണം വണ്ടി വളരെ കോമ്പാക്റ്റ് ആണ്, ബോഡി വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ഏത് ചെറിയ ഒബ്സ്റ്റക്കിളും നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത് പോകാം. വിഡ്ത്ത് കുറവാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഈ വാഹനത്തിനുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഓഫ് റോഡ് സിനാരിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫോക്സ്വാഗൺ ടൈഗൺ ആണ്. ടൈഗണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരിപ്പോൾ ഡിസ്കൗണ്ട്സ് പുഷ് ചെയ്യുന്നുണ്ട്. ഫോക്സ്വാഗൺ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഡിസ്കൗണ്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. നല്ല സെയിലും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കോഡയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മിക്ക മാസവും ഫോക്സ്വാഗൻ്റെ സെയിൽ അത്യാവശ്യം കൂടുതലാണ്. ടൈഗൺ മാക്സിമം നമുക്ക് 3.07 ലാക്സ് വരെയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. പക്ഷേ അത് ഡീലർഷിപ്സ് അനുസരിച്ച് വേരി ചെയ്യും എന്ന് പറയുന്നു. ഇത് 2023 സ്റ്റോക്കിലാണ് ഈ ഡിസ്കൗണ്ട് വരുന്നത്. അതും GT വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 1 ലിറ്റർ 2023 മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ചില ഡീലർഷിപ്പിൽ സ്റ്റോക്കൊക്കെ കിടക്കുന്നതിൻ്റെ ഡിപ്പെൻഡൻസി അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് പറയുന്നത്. സോ എന്തായാലും മാക്സിമം 2023 GT മോഡൽ എടുക്കുകയാണെങ്കിൽ 3.07 ലാക്സ് വരെയുള്ള ഡിസ്കൗണ്ട്സ് പറയുന്നുണ്ട്. അത് ഫുള്ള് ക്യാഷ് ഡിസ്കൗണ്ട് അല്ല കേട്ടോ, സ്പ്ലിറ്റപ്പ് ആണ്. അതിൽ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ്, കോർപ്പറേറ്റ് ഓഫർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ടാവും. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ 2024 മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1 ലിറ്റർ വേരിയൻസിന് 60,000 to 1.25 ലാക്സ് വരെയാണ് ഒരു മാക്സിമം ഡിസ്കൗണ്ട്സ് പറയുന്നത്. അതും മോശമല്ല, കാരണം 2024 മോഡലാണ്. മറ്റത് അത്രയും ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു വർഷം പഴയ മോഡലായതുകൊണ്ടാണ്. പിന്നെ ഇത്രയും ഡിസ്കൗണ്ട്സ് പുഷ് ചെയ്യുന്നതുകൊണ്ട് ടൈഗണിൻ്റെ ഒരു സെയിലിനും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ട് കാണാം. കാരണം അല്ലെങ്കിൽ ടൈഗൺ കുറച്ച് താഴെ പോയി കിടക്കുകയായിരുന്നു. കുറേയധികം കാലമായിട്ട് വെർട്ടസ് ഇങ്ങനെ ടൈഗണിനെ ഔട്ട് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് C സെഗ്മെൻറ്റ്സ് ഇടാൻ ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് വെർട്ടസ് ആണ്. നമ്മുടെ ഇനീഷ്യലി വന്ന ഒരു വെർണയുടെ ഹൈപ്പൊക്കെ ഇപ്പോൾ പോയി. അതുപോലെ തന്നെ ബാക്കി വണ്ടികൾ ഈവൻ സിറ്റി ആണെങ്കിൽ പോലും ഒരുപാട് താഴേക്ക് പോയി. വെർട്ടസിന് ഓൾമോസ്റ്റ് ആ ഒരു മാർക്കറ്റ് ഇപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ടൈഗൺ അതുപോലെ ഈവൻ കുഷാക്കൊക്കെ എടുക്കുകയാണെങ്കിലും ഈ 2 വാഹനങ്ങൾക്കും അവർ വിചാരിച്ച അത്ര ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഈ സെഗ്മെൻറ്റിൽ പറ്റിയിട്ടില്ല. ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ MGയുടെ ഗ്ലോസ്റ്റർ ആണ്. MGക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. സ്റ്റാർട്ടിംഗ് റേഞ്ച് കൊമറ്റ് ആണ്, പിന്നെ അതിൻ്റെ ആസ്റ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ ZS-EV ഉണ്ട്, ആസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക്. പിന്നെ നമുക്ക് ഇവരുടെ തന്നെ ഹെക്ടർ അവൈലബിൾ ആണ്, ഹെക്ടർ പ്ലസ് ഉണ്ട്. ഏറ്റവും മുകളിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് SUV എന്നുള്ള രീതിയിലാണ് ഒരു ഗ്ലോസ്റ്റർ കൊടുക്കുന്നത്. പക്ഷേ ഇറങ്ങിയ കാലം തൊട്ട് തന്നെ ഇതിൻ്റെ സെയിൽ ഇങ്ങനെ ഭയങ്കര ഇമ്പ്രസീവ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് മിക്ക മാസങ്ങളിലും ഇവർക്ക് ഇതിന് ഡിസ്കൗണ്ടൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ വാഹനത്തിലെ മാക്സിമം 6 ലാക്സ് വരെയുള്ള ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. അതും ഡീലർഷിപ്പ് അനുസരിച്ച് വേരി ചെയ്യും എന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അതായത് ക്യാഷ് ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഡിസ്കൗണ്ട് ആണ് ഈ പറയുന്നത്. പക്ഷെ എന്നാലും ഈ പ്രൈസ് പോയിന്റിലുള്ളൊരു വണ്ടിക്ക് 6 ലാക്സ് വരെ ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും മോശമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഫോർച്യൂണറിൻ്റെ ഒക്കെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിൽ ഇതിൻ്റെ വില കുറവാണ്. അതിൻ്റെ പുറമെയാണ് നമുക്ക് ഈ ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രൈസ് പോയിന്റ് വേണമെങ്കിൽ അത്യാവശ്യം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു SUV നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ മെക്കാനിക്കലി ആണെങ്കിലും ഈ വണ്ടി അത്ര മോശമൊന്നുമല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ലിറ്റർ ട്വിൻ ടെർബോ ഡീസൽ എഞ്ചിനൊക്കെയാണ് വരുന്നത്. അതിൻ്റെ സിംഗിൾ ടെർബോ വേർഷൻ ഉണ്ട്. ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ ട്വിൻ ടെർബോ ഒക്കെ കിട്ടും. സോ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ കൺസിഡർ ചെയ്യാൻ. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയല്ല, പക്ഷെ ഒട്ടും മോശം വണ്ടി എന്ന് നമുക്ക് പറയാനും പറ്റില്ല. സംഭവം ഇൻ്റർനാഷണലിലേക്ക് നോക്കുകയാണെങ്കിൽ ടാക്സി ആയിട്ടൊക്കെ കുറേ പേര് ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമുക്കത് CKD ആയിട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. 50 ലാക്സിനടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബയേഴ്സ് ഈ വാഹനത്തിനില്ല. എന്നിരുന്നാൽ കൂടി ഇതിന് മാക്സിമം 7 ലാക്സ് വരെയുള്ള ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പറയുന്നത്. 7 ലാക്സ് ഒക്കെ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ വാഹനം എടുക്കുന്നതുകൊണ്ട് ഒട്ടും കുഴപ്പമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് അങ്ങനെ ഒരുപാട് സെഡാൻസ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ കിട്ടുന്ന
നോക്കുകയാണെങ്കിൽ തന്നെ ക്യാമറി ഹൈബ്രിഡ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അവരെന്തായാലും ചുമ്മാ എൻട്രി ലെവൽ വണ്ടിയൊന്നും ഇവിടെ കൊണ്ടിട്ടിട്ടില്ല. നമുക്ക് പ്രോപ്പർ സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് തന്നെയാണ് ടൊയോട്ട തന്നിരിക്കുന്നത്. സോ തീർച്ചയായും ഇത്രയും മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ല വണ്ടിയാണ് ക്യാമറി. ഇനി അടുത്ത് നമ്മുടെ ജീപ്പിൻ്റെ ഗ്രാൻഡ് സെറോക്കെയാണ്. പറഞ്ഞു വരുമ്പം ഈ വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ CKD ആയിട്ട് ഇറക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ പ്രൈസ് എങ്ങനെ ഒരുപാട് കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്ന 12 ലക്ഷം രൂപ വരെയാണ്. ഈ 12 ലക്ഷം രൂപ ഓൾമോസ്റ്റ് 1 crore അടുത്ത് വില വരുന്നൊരു വണ്ടിയിൽ കുറവാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കുറവാണ്. കാരണം 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വേണ്ട ഒരു ഹാച്ച് ബാക്കും കൂടെ വാങ്ങാൻ പറ്റും. ഇതിൻ്റെ എക്സ്ഷോറും വരുന്നത് ഓൾമോസ്റ്റ് 80 lakhs ആണ്. അത് ഓൺ റോഡ് വരുമ്പോഴാണ് നമുക്ക് ഏകദേശം 1 crore അടുത്തേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ BMW X5 അതുപോലെ മെർസിഡീസിൻ്റെ GLE അത്തരത്തിലുള്ള SUV വരുന്ന ഒരു സെഗ്മെൻറ്റാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ജർമ്മൻ ബ്രാൻഡ്സ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ഇത് വണ്ടി പിന്നെ നമുക്ക് എടുക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ നീഷ് മാർക്കറ്റുള്ളൊരു വാഹനമാണ് ജീപ്പിൻ്റെ ഗ്രാൻഡ് സെറോക്കി. നമുക്കതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ മോഡലൊക്കെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും കൺസിഡർ ചെയ്യുന്ന റാംഗ്ലറൊക്കെയാണ്. റാംഗ്ലറും ഇതിൻ്റെ പ്രൈസ് പോയിന്റിലൊന്നും ഇല്ല, ഇതിനേക്കാളൊക്കെ വളരെ താഴെയാണ് റാംഗ്ലറിൻ്റെ പ്രൈസ് പോയിന്റ്. ബട്ട് സ്റ്റിൽ ഇതിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന വണ്ടിയാണ്. നമ്മുടെ ജീപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് റേഞ്ചിലുള്ള വണ്ടികൾ എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. ഇതിന് ഇന്ന് ഇൻ്റർനാഷണലി ഇത്രയും വിലയൊന്നും ഇല്ല. നമുക്കിപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പം ഇങ്ങനെ CKD ആയിട്ടും ടാക്സും സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും ഓവർ പ്രൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ടി. നേരത്തെ ഗ്രാൻഡ് സെറോക്കി കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാണായിരിക്കും ഇനിയുള്ളതും വല്ല പ്രീമിയം വണ്ടി ആയിരിക്കും എന്ന്. പക്ഷേ അല്ല, നമ്മുടെ ടൊയോട്ട ഹൈലക്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇന്ത്യ പൊതുവേ പിക്കപ്പ് ട്രക്സിന് വേണ്ടി അത്ര നല്ലൊരു മാർക്കറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനീഷ്യലി തൊട്ടേ പിക്കപ്പ് ട്രക്സ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഫെയിലിയർ ആയിരിക്കും. ഈവൻ ഇസൂസുവിൻ്റെ V-Cross D-Max V-Cross ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ളൊരു സെയിലൊന്നും ആ വാഹനത്തിൽ കാണാൻ പറ്റുന്നില്ല. സംഭവം അതിൻ്റെ ഒരു പഴയ ജനറേഷൻ മോഡൽ, അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ തൊട്ട് പഴയ ജനറേഷൻ മോഡലാണ് നമുക്ക് കിട്ടുന്നത് ഇൻ്റർനാഷണലി കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ പോലും ടൊയോട്ട അത്യാവശ്യം ഇൻ്റർനാഷണലി ഉള്ള ഒരു സ്പെക്ക് വണ്ടി തന്നെ നമുക്ക് ഇവിടെ തന്നു. ഫോർച്യൂണറായിട്ട് സിമിലർ ആണ്. ഈ വണ്ടി ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഡ്യൂ ആയി നിൽക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇൻ്റർനാഷണലി ഉള്ള വണ്ടി ഇത് തന്നെയാണ്. അതിവിടെ തന്നിട്ടും അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സെയിൽ ഈ വാഹനത്തിന് കിട്ടാത്തതുകൊണ്ടായിരിക്കും നമുക്ക് മാക്സിമം 14 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ടാണ് ടൊയോട്ട ഹൈലക്സിൽ കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒട്ടും മോശം ഡീലാണ് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 30 lakhs ആണ്. മാക്സിമം 38 lakhs വരെയാണ് എക്സ്ഷോറും പോകുന്നത്. ഓൺ റോഡ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 38 lakhsൽ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്ത് 47-48 lakhs വരെയാണ് ഓൺ റോഡ് പോകുന്നത്. ഈ 14 lakhsൻ്റെ ഒക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 47 lakhs നിങ്ങൾ 14 ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് താഴേക്ക് വന്നു. നമ്മൾ V-Crossനേക്കാളൊക്കെ കുറച്ചും കൂടെ എമൗണ്ട് മാത്രമാണ് ഇതിൻ്റെ അകത്ത് അഡീഷണൽ കൊടുക്കേണ്ടി വരുന്നത്. ആ പ്രൈസ് പോയിന്റ് ഇത് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം എന്ന് തന്നെ പറയാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ പിക്കപ്പ് ട്രക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ ഒരു ടൂറിംഗ് വാഹനമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ചെയ്യാം. ഇനി ഇതൊന്നും അല്ല, ജസ്റ്റ് ഒരു എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഈ വാഹനം എടുക്കാം. കാരണം ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു വാഹനം അല്ലത്. അതുകൊണ്ട് റോഡിൽ എപ്പോഴും നമ്മൾ അത്യാവശ്യം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. നല്ലൊരു മാസീവ് റോഡ് പ്രസൻസ് ആണ് ഈ വാഹനത്തിന് നമ്മൾ റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഹൈലക്സ്. അതുപോലെ ഭയങ്കര റിലയബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ വണ്ടിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിസ്കൗണ്ട് ഉള്ള 6 വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.